സിബിൽ സ്കോർ എന്ന് പറയുന്ന ആ പേരിൽ ഒരു സിനിമ പുതിയതായി ഇറങ്ങാനിരിക്കുകയാണ്. ആ സിനിമയുടെ നിർമ്മാതാവാണ് ദീപു കരുണാകരൻ. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ദീപു കരുണാകരൻ, കേൾക്കാമല്ലോ അല്ലേ? നമസ്കാരം. യെസ്, നമ്മൾ ഇപ്പോൾ സിബിൽ സ്കോർ എന്നാണ് താങ്കൾ നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ പേര്. അത് KM ശശിധരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ പുറത്തിറങ്ങാനിരിക്കുന്നു. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഞാൻ കരുതുന്നത് ഇതൊരു പൂർണ്ണമായി ഒരു സാറ്റയറാണ്, ആക്ഷേപഹാസ്യമായാണ് താങ്കളും താങ്കളുടെ ടീമും ഈ സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ബാക്കിയൊക്കെ പുറത്തിറങ്ങിയാലേ അറിയാൻ കഴിയുള്ളൂ. നമ്മൾ ഈ സിബിൽ സ്കോർ എന്ന പേര് തന്നെ ഇടാനുള്ള ഒരു കാരണം ആദ്യം അറിയണം. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, ഇപ്പോൾ ഈ വർഷം തന്നെ സിബിൽ സ്കോർ വരനില്ലാത്തത് കൊണ്ട് കല്യാണം മുടങ്ങി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ സിബിൽ സ്കോർ എന്നുള്ളൊരു വാക്കുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും അത് വലിയ ചർച്ചയാവുകയും വൈറലാവുകയൊക്കെ ചെയ്തൊരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ആ സമയത്താണ് പല സാറ്റയറുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നത് കണ്ടത്. പല സോഷ്യൽ മീഡിയയിലൊക്കെ കുട്ടികളടക്കം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയൂ, താങ്കൾ ഇത്തരം ഒരു സിനിമ, അതും ഈ ഒരു പേരിൽ ഒരുക്കുന്നതിന് പിന്നിൽ എന്തായിരുന്നു? സിനിമയിൽ എന്താണ് പറയുന്നത്? അല്ല, ശരിക്കും പറഞ്ഞാൽ ശശിധര എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള ഒരു കന്നഡ സംവിധായകനാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ തിരക്കഥയാണ്. നമ്മളിവിടെ കേരളത്തിൽ അതിൻ്റെ ലൈൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷൻസിലെല്ലാം ഭാഗമായിരുന്നു. കാരണം ഈ കഥവെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറിയായിരുന്നു അത്. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയിൽ തന്നെ ഉള്ള പല രംഗങ്ങളും തന്നെയാണ് പിന്നെ ഈ മാധ്യമങ്ങളിൽ കൂടെ ന്യൂസായിട്ട് വന്നിട്ടുള്ളത്. അതായത് വരന് സിബിൽ സ്കോർ കുറവായതുകൊണ്ട് കല്യാണം മുടങ്ങുന്ന സാഹചര്യം എന്ന് പറയുന്ന സർക്കാസ്റ്റിക് ആയിട്ടുള്ള, അത് ആക്ഷേപഹാസ്യത്തിലൂടെ ഈ സിബിൽ സ്കോർ നമ്മൾക്ക് കിട്ടി ഇന്നത്തെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന എന്താ പറയുന്നത്, നമ്മളെ പൂട്ടിയിടുന്ന കുറേ മുക്കുകയറുകൾ ആണ് എന്നുള്ളത് പ്രതിപാദിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അത് ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് അധികം ആരും ചർച്ച ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു ആവേശമായിരുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കോമൺ ആയ ഒരു ഫാക്ടർ ഇന്ന് സിബിൽ സ്കോറാണ്. ഏത് മനുഷ്യനും അത് നമ്മുടെ ഹെൽത്ത് റിപ്പോർട്ടിനേക്കാളും ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഒരു സ്വകാര്യ കമ്പനിയാണെന്ന് പലർക്കും അറിയില്ല. സിബിൽ എന്തോ ഇന്ത്യയുടെ തന്നെ ഗവൺമെൻറ് കമ്പനി എന്ന് വിശ്വസിച്ചിരിക്കുന്നവരാണ് ഭൂരിഭാഗവും. അതല്ല, അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. മാത്രമല്ല, അതിൻ്റെ 92.1 ഷെയർ സ്റ്റേക്ക് ട്രാൻസ്യൂണിയൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിക്കാണ്. ആ കമ്പനിയാണ് നമ്മുടെയൊക്കെ സിബിൽ സ്കോറും നമ്മുടെയൊക്കെ ഫിനാൻഷ്യൽ സംവിധാനങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലാണ് എല്ലാ കാര്യത്തിലും. തീർച്ചയായും ഇപ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിഗത വിവരങ്ങൾ ഒരു സ്വകാര്യ ഏജൻസിയുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി. നമ്മൾ അത് ഞെട്ടലോടുകൂടി പലപ്പോഴും അത് ഉന്നയിച്ച് രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഉന്നയിച്ച ഒരു വിഷയം തന്നെയാണ്. അത് ഒരു പ്രതിസന്ധി. മറ്റൊന്ന്, സാധാരണക്കാർക്കടക്കം ഇപ്പോൾ ഒരു പ്രാവശ്യം തവണ മുടങ്ങിയാൽ പോലും പിന്നീട് ദീർഘകാലത്തേക്ക് പോലും വായ്പ കിട്ടാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് ദുരിതം പറയുന്ന മനുഷ്യർ അത് വേറെ. മാത്രമല്ല, ഇങ്ങനെ ബാങ്കുകളിൽ നിന്ന് ഈ ലോൺ എടുക്കാൻ കഴിയാതെ വരുമ്പോൾ, വായ്പ കിട്ടാതെ വരുമ്പോൾ ഈ ബ്ലേഡ് കമ്പനികളുടെയൊക്കെ പോയി തലവെക്കുന്ന മനുഷ്യർ, അതുമൂലം അവർക്ക് ആത്മഹത്യയിലേക്ക് വരെ മനുഷ്യർ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതൊരു സിനിമയിലൂടെ അത്തരം സന്ദർഭങ്ങളെയൊക്കെ പറയാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. കാരണം ഇതൊരു കടിഞ്ഞാണാണ് ശരിക്കും പറഞ്ഞാൽ വ്യക്തി ജീവിതത്തിൻ്റെ, സ്വകാര്യ ജീവിതത്തിൻ്റെയും നമ്മുടെയൊക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഒരു മുന്നോട്ട് പോക്കിൻ്റെ ഒരു കടിഞ്ഞാണത്. ഇത് എങ്ങോട്ട് പോകണം, ഏത് തീരുമാനിക്കണമെന്ന് സിബിൽ സ്കോറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ബാങ്കുകളുടെ ഒരു പരിവിയിൽ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇയാൾക്ക് ലോൺ കൊടുക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, ഇയാൾ ഇതുവരെ ജീവിതത്തിൽ തവണ മുടക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ഏജൻസി പോലെയാണ്, അല്ലെങ്കിൽ ഒരു സ്കോർ പോലെയാണ് ഇത് നിൽക്കുന്നതെങ്കിലും ഒരു പൊതു സംവിധാനത്തിൽ നോക്കുമ്പോൾ എല്ലാവരെയും ബാധിക്കപ്പെടും. എല്ലാവർക്കും ഇപ്പോൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ശമ്പളം കിട്ടിക്കൊണ്ടുവന്ന് സിബിൽ സ്കോർ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം പല ലോണുകൾ സാങ്ഷൻ ആവപ്പെടുകയും മാത്രമല്ല നമ്മൾ അറിയാത്ത പല എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കുന്നുണ്ട്. ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് വേറൊരു ബാങ്കിലേക്ക് ലോണിൽ പോകാതിരിക്കാൻ ബാങ്കുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്യാതെ കുറയ്ക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് ലോൺ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സിബിൽ സ്കോർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ബാങ്കുകാർ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാതെ സിബിൽ സ്കോർ കുറച്ച് വയ്ക്കാനായിട്ടും, കാരണം ഈ ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ലോണിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ബാങ്കുകളുടെ ചൂഷണം കൂടി ഇതിനകത്തുണ്ടെന്നുള്ളത് നമ്മൾ പിന്നെ നമ്മുടെ അന്വേഷണത്തിലും ഇതിൻ്റെ തിരക്കഥയിലേക്ക് പോയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. മാത്രമല്ല എല്ലാ തരത്തിലും നമ്മുടെ ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇനി നാളെ പച്ചക്കറി വാങ്ങിക്കണമെങ്കിൽ പോലും സിബിൽ സ്കോർ കറക്റ്റ് ആവണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതെ അധികം താമസമില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അധികം ആരും അങ്ങനെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്.
എല്ലാവരും ഇതിൻ്റെ ഒരു ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ്. അപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച ഏറ്റവും വലിയൊരു പിന്തുണ, അവർ പറയുന്നത് വലിയൊരു വിഷയമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനൊരു തുടർച്ചയും ഉണ്ടാവും. തീർച്ചയായും ഈ ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ അതിനിയും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ എന്തായാലും ഒരു സിബിൽ സ്കോർ എന്ന് പറയുന്ന ഒരു സിനിമ വരുമ്പോൾ, അതൊരു പ്രമേയമാകുമ്പോൾ അതൊരു നല്ല ത്രെഡാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് സിബിൽ സ്കോർ എന്നല്ല, സിബിൽ സ്കോർ എന്നുള്ള പേരിടാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് സ്കോർ എന്നാണ് ടൈറ്റിൽ പിന്നെ മാറ്റേണ്ടി വന്നത്. സിബിൽ സ്കോർ കമ്പനി അതിന് അനുവദിക്കാത്തതുകൊണ്ട് ക്രെഡിറ്റ് സ്കോർ എന്നാണ് ടൈറ്റിൽ മാറ്റിയിരിക്കുന്നത്. ശ്രീനാഥ് ഭാസിയാണ് അതിൽ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും സിനിമ ഈ വിഷയം പ്രതിപാദിക്കുമ്പോൾ പൊതുജനങ്ങളെ കണക്ട് ചെയ്യുന്ന കുറേ വിഷയങ്ങൾ വരുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. ഈ പേര് മാറിയെങ്കിലും പറയുന്ന വിഷയത്തിൽ മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? വിഷയത്തിൽ ഒരിക്കലും മാറ്റമൊന്നുമില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ താങ്ക് യു. ദീപു കരുണാകരനാണ് ചേർന്നത്. നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിച്ചതിന് നന്ദി ശ്രീ ദീപു കരുണാകരൻ. അദ്ദേഹം സിബിൽ സ്കോർ എന്ന സിനിമയുടെ നിർമ്മാതാവാണ്. പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ്. ശ്രീനാഥ് ഭാസിയൊക്കെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. അത് ഈ സിബിൽ സ്കോറിന്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്ന ഒരു സാറ്റയറാണ് ആ സിനിമ പൂർണ്ണമായും കൈകാര്യം ചെയ്തിരിക്കുന്നത്.